നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്ക് റൈറ്റ് ഉണ്ട്. നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങൾ ഇന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? തുടർച്ചയായ മൂന്നാം ദിവസവും ശബരിമലയിലെ സ്വർണ്ണമോഷണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ പ്രതിപക്ഷം. മന്ത്രിമാരും പ്രതിപക്ഷവും തമ്മിൽ നടുത്തളത്തിൽ കയ്യാങ്കളി. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് വി.ഡി. സതീശൻ. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയെന്നും പ്രതിപക്ഷ നേതാവ്. കുറ്റവാളികൾ രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി. ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി BJP. കോഴിക്കോട് ബാലുശ്ശേരി ക്ഷേത്രത്തിലെ കാണാതായ സ്വർണ്ണാഭരണങ്ങൾ പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിച്ചില്ല. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെതിരെ പരാതി നൽകി ക്ഷേത്രം അധികൃതർ. പരാതി വൈകിയെന്നാരോപിച്ച് BJP-യും കോൺഗ്രസും. പ്രതിപക്ഷാംഗത്തെ നിയമസഭയിൽ ബോഡി ഷെയിം ചെയ്ത് മുഖ്യമന്ത്രി. പ്രതിഷേധിക്കാൻ ഇറങ്ങിയ അംഗം 8.25 അട്ടിവെച്ചതുപോലെയെന്ന് പരിഹാസം. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8.25 അട്ടിവെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. കടുത്ത അതൃപ്തി അറിയിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് ഉയരം കുറഞ്ഞവരെ പുച്ഛമാണോ എന്ന വി.ഡി. സതീശൻ. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും ആവശ്യം. സൂപ്പർ താരങ്ങൾ സംശയ നിഴലിലായ ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസിന് പിന്നാലെ ഇഡിയും. ചെന്നൈയിലെ മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ അടക്കം 19 ഇടങ്ങളിൽ രാവിലെ 6:30 മുതൽ പരിശോധന. പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലും റെയ്ഡ് തുടരുന്നു. ന്യൂമാഹിയിൽ RSSുകാരുടെ ഇരട്ടക്കൊലയിൽ 14 CPM പ്രവർത്തകരെയും വെറുതെ വിട്ട് തലശ്ശേരി കോടതി. കുറ്റവിമുക്തരാക്കിയത് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ളവരെ. പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാനായില്ലെന്ന് കോടതി. BJP-ക്ക് പിന്നാലെ വിജയിയെ കൂടെ കൂട്ടാൻ കരുനീക്കങ്ങളുമായി ADMK-യും. എടപ്പാടി പളനിസ്വാമി ഫോണിൽ സംസാരിച്ചു. കരൂരിലേക്ക് പോകാൻ അനുമതി വേണമെന്ന് DGP-യോട് ആവശ്യപ്പെട്ട് വിജയ്. രൂപയും കടന്ന് സ്വർണ്ണവില. ഗ്രാമിന് 105 രൂപ കൂടി. ഇന്ന് പവന് 90,230 രൂപ. ആഭരണമാകുമ്പോൾ വില 98,000-ന് മുകളിൽ. ഒരു മാസത്തിനിടെ 10,000 രൂപയുടെ വർധന. വിശദമായി നോക്കാം. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ പോലും അംഗീകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ CBI അന്വേഷണ ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സ്വർണം കാണാതെ പോയ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കളവ് പോയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികരിച്ചെങ്കിലും ഇന്നാണ് മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമായൊരു മറുപടി പറഞ്ഞത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയ ശേഷമായിരുന്നു മുഖ്യമന്ത്രി മറുപടി എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ DGP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിനൊരുങ്ങുന്നത്, അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ്.
എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും വായു തുറന്നല്ലോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ട് സ്വർണം കട്ടിട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ പ്രയോഗിച്ചിട്ടും ഇതുവരെ ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രി ഇന്നാണ് ആദ്യമായി സഭയിൽ സംസാരിക്കുന്നത്. അത് കൊള്ളക്കാർക്ക് സഹായകരമായ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പ്രതിപക്ഷം എന്ന് ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ട് സംഭവം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പിന് ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിക്കുന്നില്ല ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. കടകംപള്ളിയുടെ മൗനവും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. വിവാദത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടുമില്ല. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കട്ടളപ്പടിയും വാതിലും ഇത് രണ്ടും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കൃത്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിന്റെ എല്ലാ കൂടുതൽ ഉദ്യോഗസ്ഥർ നടപടി ഉണ്ടാകുമെന്നടക്കമുള്ള വാദങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. വിജിലൻസ് 10-ാം തീയതി കോടതിക്ക് റിപ്പോർട്ട് കൊടുത്താൽ അതിന്റെ ഒരു കോപ്പി അതിനുശേഷം എനിക്കും തരും. അതിനുശേഷം തുടർന്നുള്ള നടപടികൾ കൂടുതൽ ഉദ്യോഗസ്ഥർ വല്ലതും ഇതിൽ പെട്ടിട്ടുണ്ടോ, റിട്ടയർഡായ ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുന്ന തരത്തിൽ വിവാദം വളരുകയാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം വരുന്നു. കൂടുതൽ സ്വർണം അവിടെ നഷ്ടപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിൽ തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ അതുവരെ കാത്തിരിക്കുകയല്ല, മറിച്ച് അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇന്നും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലും മുഖ്യമന്ത്രി വസതിയിലേക്കുമൊക്കെ കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പന്തളത്തും ചെങ്ങന്നൂരുമൊക്കെ അവരുടെ പ്രതിഷേധ പരിപാടികൾ അടുത്ത ദിവസങ്ങൾ നടക്കുകയും ചെയ്യും. BJP-യും ഇത് വലിയൊരു അവസരമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന, ദേവസ്വം ബോർഡിനെതിരെ ഉപയോഗിക്കാവുന്ന വലിയ വിഷയമായി തന്നെയാണ് BJP-യും ഇത് മാറ്റുന്നത്. അക്ഷരാർത്ഥത്തിൽ സർക്കാർ ദേവസ്വം ബോർഡും പ്രതിരോധത്തിലാവുകയാണ് വിഷയത്തിൽ. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. ആണത്തമുണ്ടെങ്കിൽ പറഞ്ഞത് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. BJP-യുമായി ചേരുകയാണ് പ്രതിപക്ഷ നേതാവെന്നും സമനില തെറ്റിയ ആളിന്റെ ആക്ഷേപം പോലെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതെന്നും കടകംപള്ളി ആരോപിച്ചു. ഈ പ്രചരണം അടക്കമുള്ള പ്രചരണങ്ങളിലൂടെ നടത്തുന്നത് സർ, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 1957 EMS-ന്റെ ഗവൺമെന്റ് മുതൽ 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വരെയുള്ള ഗവൺമെന്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2016 പിണറായി വിജയന്റെ ഒന്നാം ഗവൺമെന്റും ഈ രണ്ടാം ഗവൺമെന്റുമാണ് സർ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെയ്തു. സർ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും സർ, ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ വന്നു വീഴുന്നതായിട്ടുള്ള, ക്ഷേത്രങ്ങൾ വിശ്വാസികൾ അർപ്പിക്കുന്നതായിട്ടുള്ള നയാ പൈസ സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് സർ നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവ ആവശ്യങ്ങളായിരുന്നാലും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ടായിരുന്നു. സർ, 1ഉം 2ഉം പിണറായി ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏതാണ്ട് 500ഓളം കോടി രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത്. മറ്റൊരു ഗവൺമെന്റും ചെയ്യാത്തൊരു കാര്യമാണ് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ട് 1ഉം 2ഉം പിണറായി ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സർ. നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണം കാണാതെ പോയ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന് വലിയ ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കടകംപള്ളിയുടെ ഭാഗത്തു നിന്നും മൗനം വെടിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ പോര് കയ്യാങ്കളിയുടെ വക്കിലെത്തി. സഭാ നടപടികളോട് നിസ്സഹകരണം പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തി പ്രതിരോധിച്ചു. ഇതോടെ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളുമായി ഉന്തും തള്ളുമായി. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് മന്ത്രിമാരും നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സഭ സംഘർഷഭരിതമായി. സഭ നിർത്തിവെച്ച ശേഷം 10 മണിയോടെ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഒരു തരത്തിലും തങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കാതെ, ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രതിപക്ഷം. ഇന്ന് സ്പീക്കർ വിളിച്ച സമവായ ചർച്ചയും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. കക്ഷി നേതാക്കളുടെ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. ഭരണപക്ഷങ്ങൾ മാത്രമാണ് ആ കക്ഷി യോഗത്തിന്, സ്പീക്കർ വിളിച്ച യോഗത്തിലെത്തിയത്. സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ സഭാ നടപടിയുമായി സഹകരിക്കില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ല, അതുകൊണ്ട് തന്നെ സഹകരിക്കില്ല. സാർ, ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ 2 ദിവസമായി നിസ്സഹകരിക്കുകയാണ്. സാർ, ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ്. സാർ, അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി നടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. തൊട്ടു പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. ഇന്നലെയൊക്കെ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഇന്ന് തുടക്കത്തിൽ തന്നെ സ്പീക്കർ പറഞ്ഞത് ഇന്നലെയൊക്കെ സഭയിൽ ഉണ്ടായിരുന്നത് കുട്ടികളാണ്, അവർ എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടത്, എന്ത് കണ്ടാണ് അവർ പഠിക്കേണ്ടത്, അതുകൊണ്ട് ബാനർ സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധം പാടില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. അതിന് തടയിടാനെന്ന വണ്ണം വാച്ചാൻ വാർഡിനെ സഭയുടെ നടുത്തളത്തിന് മുന്നിൽ സ്പീക്കർ ഡയസിന് തൊട്ട് താഴെയായി വാച്ചാൻ വാർഡിൽ ഒരു നിരയും ഇന്ന് സ്പീക്കർ വിന്യസിച്ചിരുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഡയസിലേക്ക് കയറാതിരിക്കാനും മുഖം മറച്ചുള്ള പ്രതിഷേധം തടയാനുമായിരുന്നു ഇത്. എന്നാൽ അതും മറികടന്നുകൊണ്ട് പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും സ്പീക്കറുടെ മുഖം മറച്ചു. പ്രതിപക്ഷ പ്രതിഷേധം വകവയ്ക്കാതെ ചോദ്യോത്തരവേളയുമായി സ്പീക്കറും സഭയും മുന്നോട്ട് പോയി. സംസാരിച്ച മന്ത്രിമാരും MLA-മാരും ഒക്കെ പ്രതിപക്ഷാംഗങ്ങളെ പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതിനൊടുവിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അടക്കം ചിത്രങ്ങൾ, ശിവൻകുട്ടി നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സഭയുടെ മേശപ്പുറത്ത് കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള അത് പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ച് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ചാൻ വാർഡിന്റെ വലയം ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ പലതവണ ശ്രമിച്ചു. ഇത് വാച്ചാൻ വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളിനും കാരണമായി. 9:45 വാച്ചാൻ വാർഡിനെ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ എന്ന ആരോപണവുമായി വി ശിവൻകുട്ടി അടക്കമുള്ള ഭരണപക്ഷ മന്ത്രിമാർ, നേതാക്കൾ രംഗത്ത് വന്നു. 9:50 ഭരണപക്ഷ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും, മുഹമ്മദ് റിയാസും സജി ചെറിയാനും അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കടുത്തേക്ക് പാഞ്ഞെത്തി. അവിടെ നടുത്തളത്തിന് തൊട്ട് മുന്നിൽ അവരെ വാച്ചാൻ വാർഡ് അവർക്കും പ്രതിപക്ഷത്തിനുമിടയിൽ പാലമായി നിന്ന്, മതിലായി നിന്ന് ഇരുപക്ഷത്തെയും തടഞ്ഞു. വലിയ വാക്കേറ്റം, വലിയ ആക്രോശം ഇരുപക്ഷങ്ങളും തമ്മിലുണ്ടായി. MLA-മാരും മന്ത്രിമാരും പ്രതിപക്ഷ MLA വലിയ വാക്കേറ്റവും ഉണ്ടായി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലേക്ക്, കാര്യങ്ങൾ കയ്യാങ്കളിലേക്ക് നീങ്ങുമെന്ന അവസ്ഥയിൽ സ്പീക്കർ സഭ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം ശൂന്യവേള തുടക്കത്തിൽ വീണ്ടും സഭ ചേരുകയായിരുന്നു. അങ്ങനെ ചേരുമ്പോഴും പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുകയും പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയുമായിരുന്നു. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത്. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുക. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നടന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. വനിതാ വാച്ചാൻ വാർഡിനടക്കം ആക്രമിക്കുകയായിരുന്നു. എന്താവശ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്? ആവശ്യങ്ങൾ പറയാതെ എന്തിനാണ് ഇത്തരം പ്രതിഷേധങ്ങൾ? ഇന്ത്യയിൽ ഒരു സഭയിലും ഇല്ലാത്ത പ്രതിഷേധമെന്ന് സർക്കാർ പറയുന്നു. പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ? എന്താ അത് കാണിക്കുന്നത്? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ഇത് അസാധാരണമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ ഈ വാദങ്ങളെയൊക്കെ തള്ളുന്ന മറുപടിയാണ് പ്രതിപക്ഷം നൽകിയത്. സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലും പലതവണ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഭരണപക്ഷ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MLA-മാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്ന ആരോപണവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പോലീസിനെയും വാച്ചാൻ വാർഡിനെയും വെച്ചുകൊണ്ടാണോ നിയമസഭ നടത്താൻ പോകുന്നത്? ഇങ്ങനെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. അപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2 വനിതാ അംഗങ്ങളെ വാച്ചാൻ വാർഡ് തള്ളിമാറ്റി. മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിൽ നിന്നുകൊണ്ട് പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞത്? അതിന് ഞങ്ങളുടെ മെമ്പർമാർ മറുപടി പറഞ്ഞു കാണും. എന്തിനാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ്
മന്ത്രി സജി ചെറിയാൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് വെല്ലിലേക്ക് വന്നത്. അതനുസരിച്ചുള്ളതാണ് ബാക്കിയുള്ള മന്ത്രിമാരും അംഗങ്ങൾ ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പൊതുമരാമത്ത് മന്ത്രി റിയാസാണ്. ഏതായാലും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷവും പ്രധാനപ്പെട്ട ബില്ലുകളടക്കം വന്യജീവി സംരക്ഷണ വന്യജീവി സംരക്ഷണ ബില്ലും അതുപോലെ തന്നെ വനഭേദഗതി ബില്ലുമൊക്കെ സഭ ചർച്ച ചെയ്തു. പ്രതിപക്ഷത്തിന് വിയോജനക്കുറിപ്പുകൾ ഉണ്ടെങ്കിലും അത് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സ്വർണം കാണാതെ പോയ വിഷയത്തിൽ മന്ത്രിയുടെ രാജിയും അതുപോലെ തന്നെ ദേവസ്വങ്ങളെ പുറത്താക്കലും ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. അക്കാര്യത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്ന പ്രതിപക്ഷം വ്യക്തമാക്കുമ്പോൾ 2 ദിവസം കൂടി ഇനി സഭ ചേരേണ്ടതുണ്ട്. 2 ദിവസവും സമാനമായ സാഹചര്യങ്ങൾ തന്നെയാകും നിയമസഭയിൽ ഉണ്ടാകാനിടയുള്ളത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികൾ തന്നെയെന്ന് ശബരിമല തന്ത്രി ഖണ്ഡരര് രാജീവരര്. നവീകരണ പ്രവൃത്തികൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തുമെന്നാണ് കരുതിയത്. ഇതിന്റെ അനുമതിക്കായി സമീപിച്ചത് മുരാരി ബാബു ആണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദീർഘകാലമായി അറിയാമെന്നും തന്ത്രി പറഞ്ഞു. സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലകരെ. അല്ല, വെറും ചെമ്പ് ഒരിടത്ത് വെക്കാറില്ലല്ലോ. ദേവസ്വത്തിനകത്തെ രേഖകളിൽ ചെമ്പ് പാളികൾ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്ക് കോടതി വിശ്വാസമാണ്. സത്യം തെളിഞ്ഞു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ 2015 അതായത് ഒരു മാസം മുൻപും നവീകരണത്തിനായി കൊണ്ടുപോയത്, ആ സമയത്തും അങ്ങയുടെ അനുമതി തേടിയിരുന്നു. അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ തന്ത്രിമാരെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ താൽപര്യമില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരും. ദേവസ്വം വിജിലൻസ് SP മറ്റന്നാൾ റിപ്പോർട്ട് സമർപ്പിക്കും. റെക്കോർഡിക്കലായി എല്ലാ രേഖകളും കയ്യിലുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് ചെയ്യാനാകുമെന്ന് നോക്കും. പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ തന്ത്രിമാരെയൊന്നും വിവാദത്തിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്ത്രിമാരും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ആ ബന്ധം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും. നേരത്തെ SP മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല. അത് പുതിയ അന്വേഷണ സമിതി പരിശോധിച്ച കാര്യങ്ങൾ പുറത്തുവിടട്ടെ. ദേവസ്വം വിജിലൻസ് SP ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ്. ആ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ ആ പുതിയ അന്വേഷണ സമിതി അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സമിതി വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ. അവിശ്വാസികളുടെ സർക്കാർ അയ്യന്റെ പൊന്നിനെ പോലും അപഹരിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിക്കുകയാണെന്നും സ്വർണം നഷ്ടമായതിൽ മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ സർക്കാരാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവിശ്വാസികളുടേതായ ഈ സർക്കാർ അയ്യന്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട്, ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ആക്രമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണമോഷണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംഭവത്തിൽ പങ്കില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. അന്വേഷണം CBIക്ക് വിടണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2019-ലെയും 2022-ലെയും മഹസ്സർ പരിശോധിച്ചിട്ടാണ് ഈ സ്വർണം മോഷണം പോയ വിവരം ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തനായ എനിക്കോ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ
ഈ രക്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ അടിയന്തരമായി അദ്ദേഹം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കണം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്തനംതിട്ടയിലും മാർച്ച്. കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ശരണം വിളികളോടെയായിരുന്നു മാർച്ച്. ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന ക്ഷേത്രത്തിലെ സമ്പത്ത് അധർമ്മത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് മഞ്ഞപ്പാറ സുരേഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി BJP. ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറായില്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതേ വിഷയത്തിൽ RSP തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു RSPയുടെ മാർച്ച്. ദേവസ്വം ബോർഡിനെ സർക്കാർ ദല്ലാൾ അസോസിയേഷനാക്കി മാറ്റിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദല്ലാൽമാരെല്ലാവരും CPMകാരാണെന്നും പ്രതിബദ്ധതയോടൊപ്പം ഭരണാധികാരികൾക്ക് ഉളുപ്പും വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഇന്ന് ദേവസ്വം ബോർഡാണോ ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റിയിരിക്കുന്നത് ഒരു ദല്ലാൽ ഓർഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് CPM ആണ്. വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഇടതുപക്ഷക്കാർ ഉണ്ടെങ്കിൽ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് AK ബാലൻ. യഥാർത്ഥ അമ്പല വിഴുങ്ങികൾ UDFകാരാണെന്നും ഭയന്നിട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് പോലും UDF തയ്യാറാകാത്തതെന്നും AK ബാലൻ വിമർശിച്ചു. വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കുമല്ലോ ഞങ്ങൾ. ആ വീഴ്ചക്ക് ഞങ്ങളുടെ പാർട്ടിയുടെയോ ഞങ്ങളുടെ ഗവൺമെന്റിന്റെയോ ആരെങ്കിലും സാക്ഷികളാണെങ്കിൽ അല്ലെങ്കിൽ മൂകസാക്ഷികളാണെങ്കിൽ അവരെ കഴുത്തിന് പിടിച്ചിട്ട് ഞങ്ങൾ പുറത്താക്കുമല്ലോ. അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഞങ്ങൾ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു പെറ്റി കേസ് ഞങ്ങളുടെ പേരിലുണ്ടോ? ഇന്നേ വരെ ഇല്ലല്ലോ. ഇനി നാളെ വന്നു കഴിഞ്ഞാൽ അവർ ഈ പാർട്ടിൻ്റെ അകത്തും ഉണ്ടാവില്ല. അവർക്ക് ഒരു രൂപത്തിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ഉണ്ടാവില്ല. അയ്യപ്പന്റെ സ്വത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളവരെന്ന് V മുരളീധരൻ. മുഖ്യമന്ത്രി ശബരിമല എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ മടിക്കുന്നുവെന്നും കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ നാട്ടിലെ കോടിക്കണക്കിന് ഭക്തർ നൽകിയിട്ടുള്ള സ്വത്ത്, ആ സ്വത്ത് കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ദേവസ്വം ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. ശബരിമല എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ മടി കാണിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ, ഈ അന്വേഷണം നിങ്ങളുടെ ഔദാര്യമല്ല. ഈ അന്വേഷണം ഈ രാജ്യത്തെ നീതിപാലകർ, ഈ രാജ്യത്തെ ന്യായാധിപന്മാർ അവരെടുത്തിട്ടുള്ള ധീരതയോടുകൂടിയിട്ടുള്ള തീരുമാനം, ശബരിമല അയ്യപ്പനോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. അതോടൊപ്പം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത്. CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ആണ് പരാതി നൽകിയത്. നിയമസഭയിൽ ബോഡി ഷെയ്മിംഗ് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ അംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. 8 അട്ടിവെച്ച പോലെ ഒരാളെന്നായിരുന്നു അംഗത്തിന്റെ പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി പരിഹസിച്ചത്.
എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? മുഖ്യമന്ത്രിയുടേത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പരാമർശമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഉയരം കുറഞ്ഞവരെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. UDF സമരം വിജയിക്കുന്നത് കണ്ട് മുഖ്യമന്ത്രിക്ക് വിറളി പിടിച്ചെന്നും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം വീട്ടിലുള്ളവരുടെ കാര്യം പരിശോധിക്കണമെന്നും നജീബ് കാന്തപുരം പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇത്രയേറെ വിറളി പിടിച്ചിരിക്കുന്നു എന്നത് ഞങ്ങൾ നടത്തുന്ന സമരം ഇത്ര ഉജ്ജ്വലമായ വിജയമായിരിക്കുന്നു എന്നതിനും മറ്റൊരു തെളിവ് ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിലവിട്ട് സംസാരിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി വന്നത് ഈ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിനേറ്റ വലിയ അടിയുടെ ഭാഗമാണ്. ഈ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടുള്ള വിറളി പിടിച്ച വർത്തമാനമായിട്ടേ പറയാൻ പറ്റുള്ളൂ. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് അത് നടത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഉണ്ടല്ലോ ആളുകളൊക്കെ. അപ്പൊ അവർക്കൊക്കെ നല്ല ഉയരമുണ്ടോ എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ബോഡി ഷെയ്മിങ് നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് കേരള സമൂഹം അത് പരിശോധിക്കട്ടെ. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ദുൽഖർ സൽമാനെ വിളിച്ചുവരുത്തി ED. കസ്റ്റംസിന് പിന്നാലെ പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. മുൻ താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെ 19 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. രാവിലെ 6:30 ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നവമി ദിനേശ് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ഒപ്പം ചേരും. എന്തായാലും കസ്റ്റംസിന്റെ പരിശോധനയാണ് ആദ്യം നടന്നത്. അതിൽ ദുൽഖർ സൽമാന്റെ അടക്കം വാഹനം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കസ്റ്റംസിന് വന്ന നിർദ്ദേശം ഈ വാഹനം വിട്ടു നൽകണം എന്നത് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന, അപ്രതീക്ഷിത മിന്നൽ പരിശോധന ഈ സൂപ്പർ താരങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ 6:30 ഉണ്ടാകുന്നത്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇപ്പോൾ ED ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ദുൽഖർ സൽമാൻ കൊച്ചി എളംകുളത്തെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. രാവിലെയായിരുന്നു ദുൽഖർ സൽമാന്റെ വീടുകളിൽ ED ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടങ്ങിയത്. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ED ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുക, ചില സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതായിരുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുൽഖർ സൽമാനെ ഇളംകുളത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ED. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിളിച്ചു വരുത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് EDയുടെ ലക്ഷ്യം. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് ദുൽഖർ സൽമാനെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ED. നവമി തുടരുന്നുണ്ട്. നവമി, തുടരാം. ആര്യ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ EDയുടെ പരിശോധന ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ 2 വീടുകളിലും ഒപ്പം ചെന്നൈയിലെ വീട്ടിലും നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദുൽഖർ സൽമാനെ ED ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എളംകുളത്തെ വീട്ടിലേക്കായിരിക്കും ദുൽഖർ സൽമാൻ എത്തുക. ഇവിടെയാണ് പരിശോധന നടക്കുന്നത്. കാരണം മറ്റേ വീട്, പനമ്പള്ളി നഗറിലെ വീട്, അത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇത്ര ഒരു സാധ്യത കുറവാണ്. എന്തായാലും ഇളംകുളത്തെ വീട്ടിലേക്കായിരിക്കും ദുൽഖർ സൽമാൻ വരുന്നത്. ഇവിടെ ED ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുക്കുകയും അതിൽ ആഡംബര വാഹനങ്ങൾ, അതിൽ ഈ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ നിന്നും നികുതി തട്ടി ആണ് ഈ വാഹനം, നികുതി തട്ടി ഇന്ത്യയിലെത്തിച്ച വാഹനം
പിന്നീട് കേരളത്തിൽ വാങ്ങിയവരിൽ ദുൽഖറും ഒപ്പം തന്നെ അമിത് ചക്കാലിക്കലും പൃഥ്വിരാജും ഉണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ഇതിന്റെ ആവശ്യപ്പെട്ട ചില രേഖകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ദുൽഖർ സൽമാൻ ഇന്നുവരേക്കും ആ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. കസ്റ്റംസിന്റെ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനോ ചോദ്യം ചെയ്യുന്ന ഹാജരാകുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പിന്നീട് ദുൽഖർ സൽമാൻ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിലടക്കം ഇന്നലെ ആശ്വാസകരമായിട്ടുള്ള ദുൽഖറിന് ചെറിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി ദുൽഖർ സൽമാനോട് പറഞ്ഞിരുന്നു. ഒപ്പം ദുൽഖറിന്റെ കാർ വിട്ടുകൊടുക്കുന്നതിൽ എന്താണ് കസ്റ്റംസിന്റെ നിലപാട്, അതിലെന്തെങ്കിലും മാറ്റമുണ്ട്, ഇപ്പൊ കാർ വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉത്തരവിറക്കണം എന്നുകൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആ ഹർജി പരിഗണിച്ച് നിൽക്കുന്ന ആ ഹർജിയിലൊക്കെ ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു പരിശോധന കൂടി ദുൽഖർ സൽമാന്റെ വീടുകളിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫെമ ചട്ടലംഘനം നടന്നു എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇഡിയുടെ പത്രക്കുറിപ്പിലടക്കം ഇതാണ് പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഈ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടന്നു എന്ന് തന്നെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില രേഖകൾ ശേഖരിക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിലായി നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന. ആ പരിശോധനയിലേക്കാണ് ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ കസ്റ്റംസും ഈ ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള രേഖകൾ, ഇത് ആരിൽ നിന്നാണ് വാഹനം വാങ്ങിയത്, ഇതടക്കമുള്ള രേഖകൾ കൃത്യമായി കസ്റ്റംസിനെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനോട് പോലും ദുൽഖർ സൽമാൻ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും അതിനെ തുടർന്ന് ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റംസിന്റെ നടപടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇഡിയും ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. കൃത്യമായി ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡി പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മുൻപ് തന്നെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തി. ഇങ്ങോട്ടേക്കുള്ള എളംകുളത്തെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും. ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അവിടെ വെച്ചായിരിക്കും ദുൽഖർ സൽമാനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക. എന്നാലും ദുൽഖറിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മറുപടി നൽകണം, തെളിവുകൾ സഹിതം ഹാജരാക്കണം. എങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോലും ദുൽഖറിന് ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇഡി ആവശ്യപ്പെടുന്ന രേഖകളടക്കം സമർപ്പിച്ചേ മതിയാകൂ. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദുൽഖർ തെളിയിക്കേണ്ടതുണ്ട്. ഈ വാഹനം എവിടെ നിന്ന് വാങ്ങി, ആരിൽ നിന്ന് വാങ്ങി, ഇത് എങ്ങനെയാണ് ഇതിന്റെ പണമിടപാട് നടത്തിയത്, ഇതെല്ലാം ദുൽഖർ ഇഡിക്ക് മുന്നിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ലോക സിനിമ ഇതിനോടകം തന്നെ 300 കോടി കളക്ഷൻ നേടിയെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അതിലും ഇഡിക്ക് ചില സംശയങ്ങളുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലും ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അത് ചെന്നൈയിലെ ഓഫീസിലായിരുന്നു. അവിടെയും ഇഡി ഒരു പരിശോധന നടത്തിയിരുന്നു. അക്കാര്യങ്ങളിൽ കൂടി ഇഡി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കുറച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം ഒരു രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ 300 കോടി സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ സംശയം ഇഡിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ആ ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗത്തു കൂടി ചേർത്ത് ഇഡി നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ദുൽഖർ സൽമാൻ എളംകുളത്തെ വീട്ടിലേക്ക് എത്തും. നവമി, അതായത് നമുക്കറിയാം തുടക്കത്തിൽ ഈ കേസ് കസ്റ്റംസ് ഏറ്റെടുക്കുമ്പോൾ, ഈ ഓപ്പറേഷൻ നുംഖോർ നടക്കുമ്പോൾ ഈ അനധികൃതമായി ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ട് വരുന്ന ഡീലർമാരിൽ നിന്ന് ഈ വാഹനം അനധികൃതമായി വാങ്ങുന്നു, കൃത്യമായ രേഖകളില്ലാത്ത വാഹനം വാങ്ങുന്നു, ടാക്സ് വെട്ടിക്കുന്നു എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ ഈ കേസിന്റെ ഗൗരവം തന്നെ മാറിയില്ലേ? പുതിയ മാനം വരികയല്ലേ ഈ കേസിന്? അതെ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആര്യ. കാരണം തുടക്കത്തിൽ ഇത് ഭൂട്ടാനിൽ നിന്നും സാധാരണ നമ്മൾ കേൾക്കുന്നത് ഈ പോണ്ടിച്ചേരിയിൽ നിന്നും നികുതി തട്ടിക്കുന്നതിന് വേണ്ടി സിനിമാ താരങ്ങളടക്കം വാഹനം വാങ്ങി അവിടെ രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ, അവിടെ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം, ഒരു മാഫിയ സംഘം എന്ന് തന്നെ പറയാം, അവർ കുറഞ്ഞ വിലയ്ക്ക് ഈ വാഹനം വാങ്ങി
അതിനുശേഷം ഈ ദുൽഖറിനെ പോലെ നടന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളിലേക്ക് എത്തുമ്പോൾ വലിയ തുക ഈടാക്കിയാണ് അവർക്ക് നൽകുന്നത്. പക്ഷെ അതിൽ അവർക്ക് നികുതി വലിയ രീതിയിൽ കുറച്ചായിരിക്കും ഇവർക്ക് ഈ വാഹനം കൈപ്പറ്റാൻ കഴിയുക. ആ രീതിയിലേക്ക് വന്ന തട്ടിപ്പ് ചിലപ്പോൾ അതിൽ ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുകൂടി കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ വാഹനം സ്വന്തമാക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ വാഹനം ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് കേരള രജിസ്ട്രേഷനിലേക്ക് ഇവർ മാറ്റാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കാരണം അപ്പോൾ ഇവിടെ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഈ നടന്മാരൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നായിരുന്നു കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഒപ്പം ഈ വാഹനം ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിരത്തുകളിൽ ഇറക്കിയ ഇപ്പൊ ദുൽഖറിന്റെ വാഹനത്തിൽ പോലും ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്ന് പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ വാഹനം കെട്ടിവലിച്ചൊക്കെയായിരുന്നു കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ ഒരു രീതിയിലേക്ക് പോലും ഇവർ എന്തിനാണ് ഈ വാഹനം വാങ്ങുന്നത്? ഒരു വാഹന ക്രേസിനപ്പുറത്തേക്ക് ഇതിലേതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ പിടിച്ചെടുത്ത വാഹന ഉടമകളുടെ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ വ്യവസായികളായിക്കോട്ടെ ഈ വാഹന ഉടമകളോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇവർ എവിടെ നിന്നാണ് വാഹനം വാങ്ങിയത്, ആരിൽ നിന്നാണ് വാങ്ങിയത്, എന്തുകൊണ്ടാണ് ഈ കേരള രജിസ്ട്രേഷനിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം നേരിട്ടത് എന്നീ കാര്യങ്ങളിലൊക്കെ കസ്റ്റംസിന് വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിനുള്ള ഉത്തരം ദുൽഖർ സൽമാനെ സംബന്ധിച്ച് കൊടുത്തിരുന്നില്ല. പക്ഷേ ദുൽഖർ നേരെ ഹൈക്കോടതിയിലേക്കാണ് പോയത്. ആ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്കായിരുന്നു ദുൽഖർ പോയത്. അപ്പോഴും കസ്റ്റംസ് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കുക, കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മാത്രമായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്ന്. പക്ഷെ അതിന് പോലും സഹകരിക്കാൻ ദുൽഖർ തയ്യാറാകുകയും ചെയ്തിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ നടനെ സംബന്ധിച്ച് ഇനി ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരായേ മതിയാവൂ. കാരണം ഇഡി പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊക്കെ കുറച്ചുകൂടി എന്ത് തെളിവുകളാണ് ഇവരുടെ പക്കലുള്ളത്, ദുൽഖർ സൽമാൻ ഇനി എന്തൊക്കെ രേഖകളായിരിക്കും ഹാജരാക്കേണ്ടി വരുന്നത്, ഇതെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും ദുൽഖറിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാവിലെ അദ്ദേഹം ചെന്നൈയിലായിരുന്നു. കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അത് ഇഡിക്ക് ഉണ്ട്. അതെല്ലാം ദുൽഖറിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയുക എന്നതായിരിക്കും അടുത്ത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കും ദുൽഖറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ദുൽഖർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ എളംകുളത്തെ ആ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ദുൽഖറും പിതാവും മമ്മൂട്ടിയും ഇവിടെ ആയിരുന്നില്ല, ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം ഇവർ ചെന്നൈയിലായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ എളംകുളത്തെ വീടും പനമ്പള്ളിയിലെ വീട് അത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. ആ രണ്ട് വീടും അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. കസ്റ്റംസും ഈ രണ്ട് വീടുകളിലും വന്ന് പരിശോധന നടത്തുകയും ദുൽഖർ സൽമാന്റെ ഈ എളംകുളത്തെ വീട്ടിൽ നിന്നുമാണ് ആ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ആ വീടുകളിൽ വീണ്ടും പരിശോധന നടത്തുമ്പോഴാണ് ദുൽഖറിനോട് ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ അല്പസമയത്തിനുള്ളിൽ തന്നെ എളംകുളത്തെ വീട്ടിലെത്തും. ഇനി ഇവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഇടിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗം കസ്റ്റംസ് നടത്തിയ ഈ ഒരു പരിശോധനയിൽ അതിൽ കസ്റ്റംസിന് ഇപ്പോഴും അറിയാത്ത അല്ലെങ്കിൽ കസ്റ്റംസിന് ഇപ്പോഴും തെളിയിക്കാൻ കഴിയാത്ത ചില സംശയങ്ങൾ ഇപ്പോഴും കസ്റ്റംസിന്റെ പക്കലുണ്ട്. അതാണ് പിന്നീട് ഇപ്പോൾ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇഡിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ ദുൽഖർ സൽമാന്റെ വീടുകളിലും പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലൊക്കെ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ വീടുകളിൽ പരിശോധന നടക്കുമ്പോൾ ഈ നടന്മാരും തന്നെ ഉണ്ടായിരുന്നില്ല. അമിത് ചക്കാലക്കലുമില്ല, പൃഥ്വിരാജുമില്ല. ദുൽഖറിനോട് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ദുൽഖർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഇഡിയുടെ ചോദ്യം ചെയ്യൽ. എന്താണ് ഇനി ഇഡി ദുൽഖറിന് ഇഡിയിൽ നിന്നും അറിയേണ്ടത്, എന്തൊക്കെ രേഖകളാണ് ആവശ്യപ്പെടുക, ഇതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. തീർച്ചയായും. എന്നാവും ഈ ദിനേശാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇഡി. ചെന്നൈയിൽ നിന്ന് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇളംകുളത്തെ വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വാഹനം ഇവിടെ എത്തിച്ചതുമായി ബന്ധപ്പെട്ടും ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഈ കേസിന്റെ മാനം തന്നെ മാറുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ രേഖകൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഹാജരാക്കേണ്ടി വരും. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. വീണ്ടും ഏറ്റുമുട്ടി 2020 നേതാവ് സാബു ജേക്കബും PV ശ്രീനിജൻ MLA യും. സീറ്റ് തേടി ശ്രീനിജൻ തന്നെ വന്നു കണ്ടിരുന്നു
എന്ന നിലപാട് സാബു ജേക്കബ് ആവർത്തിച്ചു. ശ്രീനിജനെ നുണപരിശോധനയ്ക്ക് വിടണമെന്നാണ് സാബു ജേക്കബിന്റെ നിലപാട്. ജനങ്ങളോട് ഒരു ആത്മാർത്ഥതയുമില്ലാത്ത വ്യക്തിയാണ് ശ്രീനിജൻ. 140 MLA-മാരിൽ ഏറ്റവും മോശം പ്രകടനമുള്ള വ്യക്തിയാണ് ശ്രീനിജൻ എന്നാണ് സാബു എം ജേക്കബിന്റെ ആരോപണം. പുള്ളി 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നത് എന്തിനാണ്? കല്യാണം വിളിക്കാൻ വന്നതല്ല. അപ്പോൾ അദ്ദേഹം വന്നത് എന്തിനാണത്? ഒരു പ്രാവശ്യം വന്നത് സീറ്റ് ചോദിക്കാനും 2ാമത്തെ പ്രാവശ്യം അനുഗ്രഹം മേടിക്കാനാണ് വന്നത്. അതൊരു യാഥാർത്ഥ്യമാണ് അതിനകത്ത്. അപ്പോൾ അത് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ടുവന്നൊരു നുണപരിശോധന നടത്തിയാൽ ഇതൊക്കെ പറയും. ഇതിൽ 2 കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ ഒരു ജനപ്രതിനിധിയെ നമ്മൾ മാറ്റി നിർത്തി. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട യോഗ്യതകളുണ്ട്. അവൻ സത്യസന്ധനായിരിക്കണം, അഴിമതിയില്ലാത്തവനായിരിക്കണം, സുതാര്യമായിരിക്കണം, നാടിനോടും ജനങ്ങളോടും കടപ്പെട്ടവനായിരിക്കണം. അപ്പോൾ ഈ ജനപ്രതിനിധി ആയതുകൊണ്ട് അവനെ ബഹുമാനിക്കണമെങ്കിൽ, ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഈ വക ക്വാളിറ്റികൾ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തിയല്ല അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം പല വേദികളിലും വന്നിട്ട് എന്നോട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിയിക്കാൻ ഇതുണ്ടോ, ഞാൻ തയ്യാറാണ്. ഞാൻ എന്തിനാണ് ശ്രീനിജനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്? എന്താ അതിൻ്റെ ആവശ്യം എനിക്ക്? ഞാൻ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ജനങ്ങളോടാണത്, ഈ നാടിനോടാണത്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നുള്ളത് ജനങ്ങൾ പറയും. അല്ലാതെ ഇയാളെപ്പോലെയുള്ള ആളുകളെ ഞാൻ എന്തിനു ബോധ്യപ്പെടുത്തണോ? അതിൻ്റെ ആവശ്യം എന്താണത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ, നാടിൻ്റെ വികസനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ആയിക്കോട്ടെ, അത് അയാളുടെ വ്യൂ ആണത്. അയാൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഇത് 140 MLA-കളിൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു MLA ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം അതായിരിക്കും. കാരണം ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ 1% പോലും നന്ദിയില്ലാത്ത, കടപ്പാടില്ലാത്ത ഒരു MLA. എന്നാൽ സാബു ജേക്കബിന്റെ വീട്ടിൽ പോയത് വോട്ട് ചോദിക്കാനാണെന്നും സാബു ജേക്കബിന്റെ മാനസിക നില പരിശോധിക്കണമെന്നും PV ശ്രീനിജൻ MLA തിരിച്ചടിച്ചു. ഈ സാബു ജേക്കബിനെ മാത്രമല്ല, കുന്നത്താട് നിയോജകമണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും, പ്രധാനപ്പെട്ട വ്യവസായികളെയും മതനേതാക്കന്മാരെയും എല്ലാം ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ വീട്ടിൽ പോയി കണ്ടിരുന്നു. പിന്നെ സാബു ജേക്കബ് പറയണ പോലെ സാബു ജേക്കബ് ഒരു നുണ പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ആളുകൾ നുണ പരിശോധനയ്ക്ക് വിധേയനേക്കാൾ നല്ലത് ഈ പറഞ്ഞ ആൾ തന്നെ ആദ്യം തന്നെ നാർക്കോ അനാലിസിസിന് വിധേയമാകട്ടെ. അതിനുശേഷം അത് തെളിയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മാനസിക നില നമുക്ക് പരിശോധിക്കാൻ, നമുക്കൊന്ന് ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട്, അല്ലെങ്കിൽ നട്ട മുളയ്ക്കാത്ത ഇത്തരം നുണകൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായപ്പോൾ അദ്ദേഹം പറയുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, വാഗ്ദാനങ്ങളൊന്നും തന്നെ നിറവേറ്റാൻ പറ്റാത്തതിന് അണികളെ പിടിച്ചു നിർത്താനുള്ള ഒരു ശുദ്ധ തട്ടിപ്പായിട്ടാണ് ഈ ആരോപണങ്ങളെ കാണുന്നത്. തീർച്ചയായിട്ടും സാബു ജേക്കബ് നേരിട്ട് സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ ന്യൂസ് 18 ചാനലിന്റെ നിങ്ങളൊരു സൗകര്യം ഒരുക്കുക. അദ്ദേഹത്തിന്റെ പാർട്ടി ആ 4 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും MLA എന്നുള്ള രീതിയിൽ ഞാൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും ഒരു നമ്മളെ ആളുകളെ കാണുന്നതിൽ ഒരു വോട്ടർക്ക് എല്ലാ ആളുകളെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം തന്നെ അത് പറഞ്ഞു. ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തിനെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എന്നെ ശപിച്ചാണ് വിട്ടതെന്ന്. ആ ശാപം സത്യത്തിൽ എനിക്ക് ഗുണകമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചു കയറിയത്. അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. സാബു ജേക്കബിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം അദ്ദേഹം തെളിയിക്കട്ടെ, എന്നിട്ട് ഞാനിതിന് മറുപടി പറയാം. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇതിപ്പോൾ ശ്രീനിജൻ MLA-യുടെ വാക്കിൽ വലിയ ആത്മവിശ്വാസം കാണുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട് അദ്ദേഹം സാബു ജേക്കബിനെ. പക്ഷേ സാബു ജേക്കബിന്റെ ആരോപണത്തിന് കടുപ്പം കൂടുന്നുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മറുപടി കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ പരിഹരിക്കപ്പെടാനോ ശ്രീനിജൻ MLA-ക്ക് കഴിയാത്തൊരു സാഹചര്യം കൂടിയല്ലേ നിലവിൽ വന്നിട്ടുള്ളത്? ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ രണ്ടുപേരും തന്നെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തിയ ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരും ആരോപണ പ്രത്യാരോപണങ്ങളുമായി വന്നിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അവിടെ 2020 മണ്ഡലം കൺവെൻഷനിലായിരുന്നു ഇക്കാര്യങ്ങൾ സാബു ജേക്കബ് പറയുന്നത്. അതിനുശേഷമാണ് വരുന്നത്. കഴിഞ്ഞ കുറെ നാളായി പറയുന്നത് തന്നെ MLA എന്ന രീതിയിൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അവരെ 2020 തയ്യാറാകുന്നില്ല എന്നത് അദ്ദേഹം നാളുകളായി ഉന്നയിക്കുന്ന ഒരു പരാതി തന്നെയാണ്. പക്ഷെ അതിന് യാതൊരു രീതിയിലൊരു പരിഗണന തങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ 2020 പ്രതികരിക്കുന്നത്. കഴിഞ്ഞ നാളുകളായുള്ള ഒരു വൈര്യം കുറച്ച് നാളുകളായി ഇല്ലാതായിരുന്നു, ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നൊരു സമയം കൂടിയാണിതെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ഇതുവരെയും താൻ നടപ്പാക്കിയ പദ്ധതികളെല്ലാം വിശദീകരിക്കാൻ തയ്യാറാണെന്ന് PV ശ്രീനിധൻ MLA പറയുമ്പോൾ ഇത് MLAയോട് ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്ക് ആലോചിക്കേണ്ടത് പോലും വാദമാണ് അറിഞ്ഞപ്പെടുന്നത്. എന്തായാലും വിഷയത്തിലൂടെ മുന്നോട്ട് വന്നു. യെസ്, ഡാനി പോളാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡാനിയുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ തടസ്സം നേരിട്ടു. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ചേർത്തലയിലെ ഐഷ തിരോധാനത്തിന് പിന്നിലും സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ എന്ന് ഉറപ്പിക്കുന്ന നിർണായക വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഐഷയെ സെബാസ്റ്റ്യൻ വകവരുത്തിയത് 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണത്തിനും വേണ്ടിയാണെന്ന് അയൽവാസിയും ഐഷയുടെ സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. 2012 മെയ് 13 പണം വാങ്ങാൻ പള്ളിപ്പുറത്തെ വീട്ടിലേക്കെത്താൻ സെബാസ്റ്റ്യൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഐഷ പോയെന്നും പിന്നീട് മടങ്ങി വന്നില്ലെന്നും സുഹൃത്ത് പറയുന്നു. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ തന്നെ കാണാൻ വന്നുവെന്നും ഐഷയുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ വെളിപ്പെടുത്തി. ഈ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഇവർ തമ്മിൽ ഉടക്കിയത്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ വഴക്ക് തുടങ്ങുന്നത് അല്ലേ? തുടങ്ങി ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തതും. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം തരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ധ്യ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് കയറാമത്ത പോണത്. ഐഷ പോകുന്നത്. ഐഷ പൈസ വാങ്ങാൻ പോയതാണോ? പൈസ വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എവിടെ പോണെന്ന് സെബാസ്റ്റ്യൻ, അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു പൈസ ശനിയാഴ്ച തരാന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച പൈസയ്ക്ക് പോയതാണ് ആള്. അതിനുശേഷം ആരും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ നിങ്ങളുടെ നല്ല സുഹൃത്തും കൂടിയായിരുന്നു അല്ലെ? സെബാസ്റ്റ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് വിവാഹം കഴിക്കാനായി അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സെബാസ്റ്റ്യൻ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. അപ്പൊ കരാമത്ത കയ്യില് ഒരു താല്പര്യം ഇല്ലായിരുന്നു. മക്കളൊക്കെ സമ്മതിക്കല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും ഇവർ തമ്മിൽ നല്ല അടുത്ത ബന്ധമായിരുന്നു. എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. അതായത് ഐഷയെ കാണാതായതിനു ശേഷം താങ്കളെ ഭീഷണിപ്പെടുത്തി അല്ലേ? എന്താ പറഞ്ഞത്? എന്നാ പറഞ്ഞ ഈ സംഭവം അവിടെ വരിക എടുക്കുക, ആര് ചോദിച്ചാലും പറയരുതും, അല്ലെങ്കിൽ അതായത് സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണോ? ബന്ധം ഞാൻ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയല്ലേ, അപ്പൊ അയാൾക്ക് ഇതല്ലേ, അപ്പൊ അതിനെ പറ്റിയൊന്നും പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയല്ല, അല്ലെങ്കിൽ ഞാനും ഇല്ലാണ്ടാക്കി കളയുമെന്നൊക്കെ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഈ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വെളിവാക്കുന്ന അത്രത്തോളം നിർണായകമായ വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ ന്യൂസ് 18 നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ബിന്ദു പത്മനാഭൻ കേസിൽ നിന്നൊക്കെ വിഭിന്നമായി ഐഷ തിരോധാന കേസിൽ കൃത്യമായ ഒരു സാക്ഷിമൊഴി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഐഷ നേരത്തെ റോസമ്മ നമ്മളിലൂടെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ സ്ഥലം വാങ്ങുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതായിരുന്നു റോസമ്മ പറഞ്ഞത്. അതിന് കുറച്ചുകൂടി ആധികാരികമായി അന്ന് ആ ഐഷ പോകുന്ന ദിവസവും അതിന് മുൻപത്തെ ദിവസവും ഐഷയുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഐഷയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീ വ്യക്തമാക്കുന്നത്. അതിൽ സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവർ തമ്മിൽ വിവാഹം കഴിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മയാണ് ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ തുടക്കത്തിൽ അടുപ്പമായിരുന്നെങ്കിലും പിന്നീട് ആ അടുപ്പം ഐഷയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് അത് റോസമ്മയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷ വീടിൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്.
വ്യക്തമാകുന്നത്. അതിന് മുമ്പത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സെബാസ്റ്റ്യൻ ആ വീട്ടിലെത്തി ഉള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അയൽവാസിയും ആയിഷയുടെ സുഹൃത്തും കൂടിയായ സ്ത്രീ ആ വീട്ടിലേക്ക് കോടാലി വാങ്ങുന്നതിനെ അവിടേക്ക് എത്തിയായിരുന്നു. ആ എത്തുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള വഴക്ക് അവർ കാണുന്നത്. അതിൽ തന്നെ പണം ചോദിച്ചായിരുന്നു ഐഷയും സെബാസ്റ്റ്യൻ തമ്മിൽ തർക്കമുണ്ടായത്. ഐഷ റിട്ടയർഡ് എംപ്ലോയി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. 2 ലക്ഷം രൂപയും 1.5 പവന്റെ സ്വർണ്ണമാലയുമായിരുന്നു ഐഷ സെബാസ്റ്റ്യന് നൽകിയിരുന്നത് എന്നുള്ളത് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നു. ഈ പൈസ തിരികെ ചോദിച്ചതോടുകൂടി, അതായത് രജിസ്ട്രേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചതോടുകൂടിയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടായി സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിച്ചു എന്നുള്ളതാണ് ഈ സുഹൃത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത്. അന്ന് ഐഷയുടെ മുഖം മുറിഞ്ഞ് രക്തം, ചുണ്ട് ഉൾപ്പെടെ മുറിഞ്ഞ് രക്തം പുറത്തേക്ക് വന്നിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. ഈ അടിച്ചതിനെ സംബന്ധിച്ച് ഐഷയോട് സെബാസ്റ്റ്യൻ ആക്രമിച്ചതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. ചോദിച്ചപ്പോൾ പൈസ തിരികെ ചോദിച്ചതാണ് പ്രശ്നമായത് എന്നുള്ളത് പറഞ്ഞു. ഇവർ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ആ അടുപ്പത്തിന്റെ പുറത്തും ആ വിശ്വാസത്തിന്റെ പുറത്തുമാണ് സെബാസ്റ്റ്യനുമായി ഈ പണമിടപാടുകൾ ഉൾപ്പെടെ നടന്നത്. അതിൽ സെബാസ്റ്റ്യൻ വിശ്വസിച്ച് ഐഷ പണം നൽകുകയായിരുന്നു. മറ്റ് കേസുകളിലേതുപോലെ സമാനമായ രീതിയിൽ സെബാസ്റ്റ്യൻ വളരെ വിശ്വാസം ഈ സ്ത്രീകളിൽ ആർജിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇയാൾ കൈക്കലാക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ, ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സ്ത്രീകളെല്ലാം തന്നെ ഇല്ലാതാക്കപ്പെട്ടിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ അന്ന് വെള്ളിയാഴ്ച നിന്റെ പണം ഞാൻ എടുത്തുകൊണ്ട് പോകില്ല, ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സെബാസ്റ്റ്യനെ അവർ കണ്ടിരുന്നു. അതിനുശേഷം സെബാസ്റ്റ്യൻ പിറ്റേ ദിവസം വൈകിട്ട്, ശനിയാഴ്ച ഇവരെ കാണാതാകുന്ന ശനിയാഴ്ച വൈകിട്ട് 5:30 അവിടെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് വരാനായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകുന്നുണ്ട് എന്നുള്ള കാര്യവും ഐഷ ഈ സ്ത്രീയോട് പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 5:30 തന്നെ ഐഷ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അവിടെ പോയതിനു ശേഷം പിന്നെ ഐഷ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായി മറ്റ് കേസുകളിൽ നിന്ന് സമാനമായ മോഡസ് തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഐഷ കാണാതായതിനു ശേഷം, പക്ഷേ നമ്മൾ നേരത്തെ നമുക്കറിയാം, റോസമ്മ നമ്മളോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഐഷ തിരോധാനത്തിന് ശേഷം ഐഷയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു, ഐഷ തിരോധാനത്തിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു എന്നുമാണ് റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഐഷ തിരോധാനത്തിന് ശേഷം റോസമ്മ ഐഷയുടെ മക്കളെ സമീപിച്ചു. ഐഷ പണം തരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ. മാത്രമല്ല ഐഷയെ കാണാത്തതിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ പെറുക്കിക്കൊണ്ട് റോസമ്മ പോയി എന്നുള്ള നിർണായക വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ നമ്മളോട് വെളിപ്പെടുത്തിയ സ്ത്രീയെ 1 മാസത്തിന് ശേഷം നേരിട്ട് ചെന്ന് കണ്ട് അവരെ ഭീഷണിപ്പെടുത്തി. അവരോട് പറഞ്ഞു, മകനും നിങ്ങളും മാത്രമേ ഉള്ളൂ, ഐഷയുടെ ഗതി നിങ്ങൾക്കും ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഒരു വിവരവും പുറത്തേക്ക് പറഞ്ഞു പോകരുതെന്നുള്ള കൃത്യമായ ഒരു ഭീഷണിയും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് 2 തവണ ഉണ്ടായി എന്നുള്ളതാണ് ആ സ്ത്രീ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ്, അതും ഈ ഐഷയെ കാണാത്തതിന് ഒരു ദിവസം മുമ്പ് ഐഷയെ ആക്രമിക്കുന്നതടക്കമുള്ള സംഭവങ്ങളിലേക്ക് സെബാസ്റ്റ്യൻ എത്തിയിരുന്നു. പണം തിരികെ നൽകാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ബിന്ദു പത്മനാഭൻ കേസിൽ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെങ്കിൽ ഇവിടെ ഐഷ തിരോധാന കേസിൽ 2 ലക്ഷം രൂപയ്ക്കും ഒപ്പം തന്നെ 1.5 പവൻ സ്വർണത്തിനും വേണ്ടിയാണ് ഐഷ എന്ന സ്ത്രീയെ ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ എത്തിച്ചേരുന്നത്. ഭവ്യ, സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കം 14 CPM പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. 2010 മെയ്യിൽ RSS പ്രവർത്തകരായ ഷിനോജിനെയും വിജിത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി കോടതിയുടെ വിധി. RSS പ്രവർത്തകരായ പള്ളൂർ സ്വദേശിയായ വിജിത്ത്, ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. പ്രതിപട്ടികയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കോടതി വെറുതെ വിട്ടു. 16 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 2 പേർ നേരത്തെ മരിച്ചു. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരടക്കമുള്ളവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാനായില്ലെന്നും പ്രതികൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്നും കണ്ടെത്തിയാണ് വെറുതെ വിട്ടത്. 2010 മെയ് 28-നാണ് പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ച് കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കവെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം RSS പ്രവർത്തകരായ വിജിത്തിനെയും ഷിനോജിനെയും വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. T. സുജിത്, NK സുനിൽകുമാർ, TK സുമേഷ്, KK മുഹമ്മദ് ഷാഫി, TP ഷമീൽ, AK ഷമ്മാസ്, KK അബ്ബാസ്, രാഹുൽ, വിനീഷ്, VP വിജിത്ത്, K ഷിനോജ്, സരീഷ്, ഫൈസൽ, TP സജീർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. പ്രോസിക്യൂഷനു വേണ്ടി P. പ്രേമരാജനും പ്രതിഭാഗത്തിനായി അഭിഭാഷകരായ CK ശ്രീധരൻ, K. വിശ്വൻ എന്നിവരാണ് ഹാജരായത്.
TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ പരോളിലിറങ്ങിയ കൊടിസുനി ഈ കേസിൽ വിചാരണ നടപടിക്കെത്തിയിരുന്നു. ഇതിനിടെ ഹോട്ടലിലെ പാർക്കിംഗ് സ്ഥലത്ത് സഹതടവുകാരോടൊപ്പം മദ്യപിക്കുന്ന CCTV ദൃശ്യം വിവാദമായിരുന്നു. തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കൊടിസുനി വിചാരണ നടപടി പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കണ്ണൂർ. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് തള്ളി ഹൈക്കോടതി. ജപ്തി നടപടികൾ പാടില്ലെന്നും റിക്കവറി നടപടി അനുവദിക്കില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേന്ദ്രം കേരളത്തോട് ചിറ്റമ്മ നയം കാട്ടുന്നുവെന്ന് വിമർശിച്ച കോടതി ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് ജനങ്ങളോട് പറയണം, കാരുണ്യമല്ല തേടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. ഹൈക്കോടതിയിലാണ് അവർ നിലപാട് അറിയിച്ചത്. 34 കേസുകളിലും മൊഴി നൽകിയവർ പിന്നീട് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു. ഹർജികൾ കോടതി നവംബറിൽ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ നീക്കം. അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം 4 ആഴ്ചയ്ക്കുള്ളിൽ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വിവാദ സർക്കുലറുമായി താമരശ്ശേരി രൂപത. ക്രൈസ്തവർ അല്ലാത്തവർ പള്ളികളിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ക്രൈസ്തവ വിശ്വാസികൾ ഫോട്ടോ എടുക്കുന്നതാണ് അഭികാമ്യമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. പള്ളികൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച റെമിജിയോസ് ഇഞ്ചനാനിയൽ പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം പറയുന്നത്. കോഴിക്കോട് വിരണ്ടോടിയ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കാൽനടയാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ കുത്തി നശിപ്പിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തിയാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. CH ക്രോസ് റോഡിലൂടെയാണ് പോത്ത് വിരണ്ടോടിയത്. ഫയർഫോഴ്സിന്റെ ത്യാഗ ഉജ്ജ്വലമായ പാലക്കാട് നെല്ലിയാമ്പതിയിൽ റോഡരികിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. ഇന്ന് രാവിലെയാണ് നെല്ലിയാമ്പതി 14-ാം മൈലിന് സമീപം കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചത്. നിരവധി വാഹനങ്ങൾ പോകുന്ന പാതയിൽ കാട്ടാനക്കൂട്ടം നിന്നതോടെ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങി. മധ്യപ്രദേശ് വിഷമരുന്ന് ദുരന്തത്തിൽ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം. കോൾഡ്രിഫ് കപ്പ് സിറപ്പിന്റെ നിർമ്മാതാക്കളായ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന് കേന്ദ്രം തമിഴ്നാടിന് നിർദ്ദേശം നൽകി. മരുന്നിൽ DEG ഉൾപ്പെടെ മാരക വിഷാംശം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഇതിനിടെ മധ്യപ്രദേശിൽ വിഷമരുന്ന് കുടിച്ചുള്ള ആകെ മരണസംഖ്യ 20 ഉയർന്നു. ഇന്നലെ രാത്രി 2 കുട്ടികൾ കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. നിലവിൽ 5 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ജനിതക തകരാറിനെ തുടർന്ന് ചികിത്സ തേടുന്ന മലപ്പുറം എടരിക്കോട് സ്വദേശിയായ 1 വയസ്സുകാരന് വേണ്ടി ഒരുമിക്കുകയാണ് നാടൊന്നാകെ. മൂത്രസഞ്ചി തുറന്നിരിക്കുന്ന ബ്ലാഡർ എക്സ്ട്രോഫി എന്ന അവസ്ഥയോട് മല്ലിടുന്ന ദേവർഷിന് അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ വേണ്ടത് 15 ലക്ഷം രൂപയാണ്. കോട്ടക്കൽ പോളി കോളേജ് ക്യാന്റീൻ തൊഴിലാളിയും പപ്പട വിൽപ്പനക്കാരനുമായ സുബീഷിന്റെ മകനായ ദേവർഷിന് വേണ്ടത് നാടിന്റെ കരുതലും സഹായവുമാണ്. ബ്ലാഡർ എക്സ്ട്രോഫി ബാധിതനായ ഈ കുഞ്ഞിന്റെ മൂത്രസഞ്ചി തുറന്നിരിക്കുന്നതിനാൽ മൂത്രം സംഭരിക്കാനാവില്ല. മൂത്രം ചോരുന്നത് തടയാൻ ശസ്ത്രക്രിയ ആവശ്യമാണ്. 15 ലക്ഷം രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. 6 ലക്ഷത്തോളം രൂപ വന്നു. ഇനി 2 ഓപ്പറേഷൻ കൂടി ഉണ്ട്. അത് 15 ലക്ഷം രൂപയോളം വേണം. ഇനിയുള്ള ഓപ്പറേഷൻ 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ദേവറഷ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ എടരിക്കോട് SBI ശാഖയിലാണ് അക്കൗണ്ട്. ഗൂഗിൾ പേ വഴിയും QR കോഡ് വഴിയുമാണ് ഫണ്ട് സമാഹരണം. ഇതിനു പുറമെ പോളി കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധനസമാഹരണം നടത്തുന്നുണ്ട്. വൈകുന്തോറും കുട്ടിയുടെ നില മോശമാകും എന്നിരിക്കെ കഴിവതും വേഗത്തിൽ ധനസമാഹരണം പൂർത്തിയാക്കാനാണ് ശ്രമം. ന്യൂസ് 18 മലപ്പുറം. ലോകോത്തര ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി തെന്നിന്ത്യൻ താരം സമാന്ത റുത്ത് പ്രഭുവിനെ പ്രഖ്യാപിച്ചു. ദേശീയ അന്താരാഷ്ട്ര വിപണികളിൽ ജോയ് ആലുക്കാസ് ആഭരണങ്ങൾ ഇനി സമാന്ത അവതരിപ്പിക്കും. ആത്മവിശ്വാസവും സ്റ്റൈലും വ്യത്യസ്തമായ വ്യക്തിത്വവുമുള്ള സമാന്തയെ ജോയ് ആലുക്കാസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജോയ് ആലുക്കാസ് പറഞ്ഞു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,355 രൂപ, പവന് 74,840 രൂപ. വെള്ളി ഗ്രാമിന് 163 രൂപ, കിലോഗ്രാമിന് 1,63,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്.